ഹായ് ഹലോ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു ഫംഗ്ഷന് പോവായിരുന്നു. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ കോർ ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് പോവായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെയായിരുന്നു പ്രോഗ്രാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരുന്നു. നമുക്ക് ഫുഡും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയാണ്. എല്ലാ ഫാമിലീസിനും നമുക്ക് വണ്ടി വരും. പക്ഷേ ഞങ്ങളൊക്കെ സ്വന്തം വണ്ടിയിലാണ് കൂടുതലും ആൾക്കാർ പോയത്. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വരണമെങ്കിൽ വരാം, പെട്ടെന്ന് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ടൈമിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കോർ ഡേ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിൻ്റെ മുന്നിലത്തെ പ്രാവശ്യം ഞങ്ങൾ മുന്നേയുള്ള യൂണിറ്റിൽ നിന്നായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും എത്തിയതിന് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്റ്റാർട്ട് ചെയ്തത് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിംസും കാര്യങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നുടനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും. അപ്പോൾ അത് കൊണ്ടുവന്നു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ സ്നാക്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ സാധനങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനിടയിൽ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഫസ്റ്റിൽ കുട്ടികളെ ജിലേബി ഈറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ തന്നെ റേസിംഗ് ഉണ്ടായിരുന്നു. പിന്നെ വലിയ ആൾക്കാരുടെ, അതായത് കപ്പിൾസിൻ്റെതായിട്ടുള്ള സൂചി നൂല് കോർക്കുക, അങ്ങനെയുള്ള ഓരോ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സ്നാക്സ് കൊണ്ടുവരുന്ന സമയത്താണ് ഇങ്ങനെ ഒരാൾ വന്നത്. മച്ചറാണെന്ന് പറഞ്ഞിട്ട് മച്ചർദാനി യൂസ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതൊക്കെ കിട്ടിയിട്ടൊക്കെ വന്നായിരുന്നു. പിന്നെ വെജായിട്ടുള്ള ഐറ്റംസ്, സ്നാക്സ് സ്റ്റാർട്ടേഴ്സായിട്ട് വെജ് ഐറ്റംസ്, പനീർ, പിന്നെ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതേപോലെ നോൺ വെജ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വേണ്ടവരിങ്ങനെ വേണ്ടത് വാങ്ങിക്കുക, കഴിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇതായിരുന്നു സൂചി നൂല് കോർക്കുക. നമ്മുടെ ഹസ്ബൻഡൊക്കെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുക, വൈഫ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കും. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നൂല് പിടിച്ചിട്ട് ഓടിപ്പോവും. അപ്പോൾ വൈഫ് അവിടെ നിന്ന് സൂചിയിൽ കോർത്ത് കൊടുത്തിട്ട് കോർത്ത സൂചിയും നൂലും എടുത്തിട്ട് റിട്ടേൺ ഓടുക. ഇത് കണ്ടിട്ടുള്ളതൊക്കെ അറിയാം. അങ്ങനെയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ലോ സൈക്ലിംഗ് ഉണ്ടായിരുന്നു. അത് കുട്ടികളുടേതും ആണുങ്ങളതും ഉണ്ടായിരുന്നു. പിന്നെ ലെമൺ സ്പൂൺ ഉണ്ടായിരുന്നു, മ്യൂസിക്കൽ ചെയർ ഉണ്ടായിരുന്നു, കുട്ടികളതായിട്ടുള്ള അങ്ങനെയുള്ള കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ അന്നത്തെ ഒരു ദിവസം മുഴുവനായിട്ട് കഴിഞ്ഞു. പിന്നെ എനിക്ക് റഷീനെ പ്രത്യേകം നോക്കേണ്ടി വന്നിട്ടില്ല. അവനിങ്ങനെ നടക്കുന്നുണ്ട്, ജ്യൂസ് കോർണറിൽ പോയിട്ട് അവിടുന്ന് ജ്യൂസ് വാങ്ങി കുടിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ഇങ്ങനെ വലിയതായിട്ട് ബുദ്ധിമുട്ടിച്ചില്ലായിരുന്നു. റഹാനാണെങ്കിൽ എല്ലാ ഗെയിംസിലൊക്കെ പങ്കെടുത്ത് അവനും അവൻ്റെ സമയമൊക്കെ ഇങ്ങനെ ചിലവഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഡയറക്റ്റ് തലക്ക് വെയിലടിക്കുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു ചൂടുണ്ടാവുമല്ലോ. തണുപ്പ് ഏകദേശം കഴിയാനൊക്കെ ആയത് കാരണം അങ്ങനെ ചൂടാണ് ഭയങ്കരമായിട്ട്. പകൽ ഭയങ്കര ചൂടാണ്. പിന്നെയുള്ള ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാ യൂണിറ്റിലും കാണുന്നതാണ്. നമ്മൾ പുറമേ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതായത് വൈഫിൻ്റെ ഒരു ചെരുപ്പ് അവിടെ ഒരു വലിയൊരു ചാക്ക് വെച്ചിട്ടുണ്ടാവും. അതിലിട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ഹസ്ബൻഡും വൈഫും ഇങ്ങനെ പെയറായിട്ടാണ് നിൽക്കുക. എന്നതിന് ശേഷം വിസിലടിക്കുന്ന സമയത്ത് ഇപ്പുറത്തുനിന്ന് ഹസ്ബൻഡൊക്കെ ഓടി അപ്പുറത്ത് പോയിട്ട് ആ ചാക്കിന്ന് തിരഞ്ഞെടുക്കുക. വൈഫിൻ്റെ ചെരുപ്പ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് എടുക്കണം. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ സ്ത്രീകൾക്ക് 2-ലധികം ജോഡി ചെരുപ്പൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ ഒന്ന്, ഫംഗ്ഷന് പോകുമ്പോൾ ഒന്ന്. അപ്പോൾ ഇതൊക്കെ ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കണം. നമ്മളെപ്പോഴും ഇപ്പോൾ ഈ ഓൺലൈൻ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ആദ്യമൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ പോയിട്ട് എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഓർമ്മയുണ്ടാകും. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കറക്റ്റായിട്ട് ഓർമ്മ വേണമെന്നുമില്ല. കാരണം നമ്മൾ ഈ ഓൺലൈൻ ഷോപ്പിങ്ങൊക്കെ നടത്തുന്നത് കാരണം ഏതൊക്കെ ചെരുപ്പാണ് ഭാര്യേൻ്റെ അടുത്തുള്ളത് എന്നുള്ളത് കറക്റ്റ്
എനിക്കറിയില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങളൊക്കെ ചെരുപ്പൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ ഭർത്താവിന് അറിയാമോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഉണ്ടാവുമോ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഈ ഓൺലൈൻ ഷോപ്പിംഗ്, മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആരാണോ ഫസ്റ്റിൽ കറക്റ്റായിട്ടുള്ള ചെരുപ്പ് എടുത്ത് കൊണ്ടുവന്ന് ഭാര്യേൻ്റെ കാലിലിടുന്നത് അവരാണ് വിന്നറാവുക. പിന്നെ ബാക്കി ഏകദേശം ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ രാഘു ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞ് എന്നതിന് ശേഷം ഞങ്ങൾ കുറച്ചങ്ങോട്ടേക്ക് പോയിട്ട്, ആദ്യം ഞങ്ങൾ സ്റ്റാളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നതിന് ശേഷം അങ്ങോട്ടേക്ക് പോയി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. എന്നതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോയത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ഞാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.